ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടാറ്റോ എഗ് ബോൾസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് പൊട്ടാറ്റോൻ്റെ മസാല ഉണ്ടാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറി ലീവ്സും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. കറി ലീവ്സും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക. ഇപ്പം നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുക, കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ മസാല ചേർത്തുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും ചേർക്കണില്ല. അപ്പോൾ കൂടി പോകാതെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ നല്ല പച്ചമണമൊക്കെ മാറി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് മാഷ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുഴുങ്ങിയ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. നമ്മളെ ഉള്ളിയും മസാലയും ഒക്കെ പൊട്ടാറ്റോയിൽ നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുക. നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഞാൻ നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തിക്കണേ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുഴുങ്ങിയ മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോ എഗ്ഗ് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിക്കണേ. ഇപ്പോൾ നമ്മൾ പൊട്ടാറ്റോ മസാല നല്ലോണം ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം കുറച്ച് മസാല എടുക്കുക. എന്നിട്ടിങ്ങനെ ബോളാക്കിയതിന് ശേഷം നമ്മൾ കൈയിൻ്റെ വെള്ളയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ കൈയിൻ്റെ വെള്ളയിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കട്ടെ, കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പീസ് എഗ്ഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കണം. പൊട്ടാറ്റോൻ്റെ മസാല കൊണ്ട് നമുക്ക് നല്ലോണം എഗ്ഗ് ഒന്ന് കവർ ചെയ്തെടുക്കാം. പൊട്ടും എഗ്ഗ് പുറത്തോട്ട് കാണരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഒന്ന് ബോളിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങും എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. കംപ്ലീറ്റ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പൊട്ടാറ്റോ മസാല എഗ്ഗിലൊന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് ഒട്ടും പുറത്തോട്ട് കാണരുതിട്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് പൊട്ടാറ്റോ ബോൾസ് നമുക്ക് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എഗ്ഗിൽ നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ബ്രെഡ് ക്രംസ് ആണ് രീതിയിൽ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണ നല്ല ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഓരോ പൊട്ടാറ്റോ ബോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഒന്ന് തീ കുറച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊന്നിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചിട്ടെടുക്കണം. എല്ലാ സൈഡിലും ഒരുപോലെ നല്ല രീതിയിൽ മുരിഞ്ഞ് വരുന്ന രീതിയിൽ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. കാരണം ഓൾറെഡി പൊട്ടാറ്റോ വെന്തതല്ലേ. പിന്നെ ഒന്ന് നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആക്കിയിട്ട് എടുത്തുക്കണേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാവരും നമുക്ക് ഫ്രൈ ആക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണ സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.